പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യമായി നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ഈ കൃപയുടെ സമയം നിന്റെ കരുണയെ ധ്യാനിച്ചുകൊണ്ട് നിന്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളിതാ നിന്റെ മുമ്പിലായിരിക്കുന്നു. ഈശോയെ, നിന്റെ മുമ്പിൽ പൂർണ്ണമായി ഞങ്ങളെ തന്നെ സമർപ്പിച്ച് നിന്റെ കരുണ ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ ഒന്നാണെന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടുകൊണ്ട് നിന്നിൽ പൂർണ്ണമായി ശരണപ്പെടുന്നു. ഈശോയെ, എല്ലാ സ്തുതിയും പുകഴ്ചയും ആരാധനയ്ക്കും യോഗ്യനായവൻ നീ മാത്രമാണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഈശോയെ, നിന്നിലൂടെയാണ് മനുഷ്യവംശം മുഴുവനും അവർക്ക് ആവശ്യമായ കരുണ ലഭിച്ചതെന്ന വലിയ ബോധ്യത്തോടുകൂടെ ഞങ്ങൾ തന്നെ ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് നീ ഒഴുക്കിയ ആ വലിയ കരുണയെ, മഹാകരുണയെ ധ്യാനിച്ചുകൊണ്ട് ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും യാചിച്ചുകൊണ്ട് ഒന്നു ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിന്റെ കരുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഓരോ പാപിക്കും അവകാശപ്പെട്ട ദൈവത്തിൻ്റെ സ്നേഹമാണ് കരുണയെങ്കിൽ എന്തുമാത്രം ദാഹത്തോടെ വേണം കർത്താവിൻ്റെ കരുണയിൽ നമ്മൾ ഓരോരുത്തരും ശരണപ്പെടുക. പക്ഷേ ഈ കരുണയുടെ ഈ ഒരു അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് നഷ്ടമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാപത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് ഏറ്റവും അധികം വെറുത്തിരുന്നതും ഏറ്റവും അധികം മറ്റുള്ളവർ ചെയ്യാതിരിക്കണമെന്ന് അവരെ പ്രബോധനത്തിലൂടെയൊക്കെ പഠിപ്പിച്ചതുമായൊരു കാര്യം ഇതാണ്, അത് കപടതയാണ്. ഇസ്രായേൽ ജനതയുടെ ആ ഒരു ജീവിതങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ദൈവം അവരുടെയൊക്കെ ജീവിതത്തിൽ ശക്തമായി ഇറങ്ങി ഇടപെട്ടതിൻ്റെ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് അവരെ അത്ഭുതകരമായി ദൈവം മോചിപ്പിച്ചുകൊണ്ടാണ് വാഗ്ദാന ഭൂമിയിലേക്ക് അവരെ കൊണ്ടുചെന്നത്. അവിടെയൊക്കെ ദൈവം ശക്തമായി അവരുടെ ജീവിതത്തിൽ ഇടപെട്ടത് അവർ കണ്ടു. ദൈവം കരുണ കാണിച്ചതിൻ്റെ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒത്തിരിയേറെയുണ്ട്. പക്ഷെ അതെല്ലാം മറന്നുപോയി അവരുടെ ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഉപരിയായി, ദൈവത്തിൻ്റെ നന്മയിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഉപരിയായി അവരുടെ ജീവിതത്തിൽ അവരുടെ സ്വന്തം കാര്യങ്ങളിൽ, സ്വാർത്ഥമായ കാര്യങ്ങളിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ ജീവിത നിയമങ്ങൾ, ദൈവം നൽകിയ കൽപ്പനകൾ പോലും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചൂഷണം ചെയ്തു. നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 13-ാം തിരുവചനം പറയുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അധരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു. ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. എൻ്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മനപ്പാഠമാക്കിയ മാനുഷിക നിയമമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം യെശയ്യാ പ്രവാചകനിലൂടെ യഹൂദജനത്തിൻ്റെ ആ ഒരു വലിയ മനോഭാവത്തെ തിരുത്തുന്നത് കാണാൻ പറ്റും. അതായത്, ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അധരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യും. ആത്മാവിലും സത്യത്തിലും പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ ദൈവത്തെ സ്നേഹിക്കാനും ആരാധിക്കാനും വിളിക്കപ്പെട്ടവർ അധരം കൊണ്ട് മാത്രം ദൈവത്തെ ആരാധിച്ചപ്പോൾ അത് കപടതയുടെ ഒരു വലിയ പാഠമായിട്ട് മാറുകയാണ്. ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് ഏറ്റവും അധികം വെറുത്തിരുന്നതും അതുപോലെ തന്നെ ശിഷ്യന്മാരോടും അതുപോലെ നിയമജ്ഞരെയും ഫരിസേരെയും ഒക്കെ വിമർശിച്ചതിൻ്റെയൊക്കെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു പാപത്തിൻ്റെ അവസ്ഥയായിരുന്നു. അത് വേറെ ഒന്നുമല്ല, കപടതയാണ്. അവരെക്കുറിച്ച് ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ കൃത്യമായിട്ടും ഈശോ പറയുന്ന കാര്യം ഇതാണ്,
പരസ്പരം ചവിട്ടേൽക്കാത്ത വിധം ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടി. അപ്പോൾ അവൻ ശിഷ്യരോട് പറയുവാൻ തുടങ്ങി, ഫരിസേയരുടെ കാപട്യമാകുന്ന പൊളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളുവൻ. അതായത് കപടതയെ സൂക്ഷിച്ചുകൊള്ളുക. അതായത് കപടതയിലൂടെ ഒത്തിരിയേറെ പാപത്തിൻ്റെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും. ഈ കപടത എന്ന് പറയുന്നത് നമ്മളായിരിക്കുന്ന അവസ്ഥ മറന്ന് നമ്മൾ മറ്റെന്തോ ആണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ ജീവിക്കുന്ന അവസ്ഥ. ദൈവം നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണെങ്കിൽ അത് പൂർണ്ണമായി അംഗീകരിക്കുവാനും മനസ്സിലാക്കുവാനുമായിട്ടുള്ള ഒരു വലിയ മനസ്സ് നമുക്കുണ്ടാകും. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ തന്നെ അംഗീകരിക്കാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ മറയില്ലാതെ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും ഒരു മറയുമില്ലാതെ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ പൂർണ്ണമായി സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യം. നമ്മളായിരിക്കുന്ന അവസ്ഥ മറന്ന് മറ്റുള്ളവരുടെ പോലെയാണ് എന്ന് നടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ വരുന്നത് ദൈവത്തിനൊട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, നിയമജ്ഞരോട് പറഞ്ഞു വെച്ച കാര്യം, ഫരിസേയരുടെ കാപട്യമാകുന്ന പൊളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തെയും ആരാധനയും പ്രാർത്ഥനയും ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കപടതയില്ലാതെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു, എൻ്റെ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് കപടത കടന്നു വരുമ്പോൾ, സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തു കഴിയുമ്പോൾ, മറ്റുള്ളവരെ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ ജീവിതങ്ങൾ അന്ധമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്രകാരമുള്ള ഒരു ജീവിതം ഒരിക്കലും ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. മറിച്ച് നമ്മളായിരിക്കും എന്താണോ, ഏതവസ്ഥയിലാണെങ്കിലും നമ്മളെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാനായിട്ടാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുക. നിന്റെ പാപം എന്തുമാത്രം കഠിനമാണെങ്കിലും, കടും ചുവപ്പാണെങ്കിലും അതിനെ വെണ്മയാക്കാൻ കഴിവുള്ളവനാണ് നിന്റെ മുമ്പിലുള്ള ദൈവം. അതുകൊണ്ട് നീ ഏതവസ്ഥയിലാണെങ്കിലും നീ സങ്കടപ്പെടുകയോ ആകുലപ്പെടുകയോ വിഷമിക്കുകയോ ഒന്നുമല്ല ചെയ്യേണ്ടത്. മറിച്ച് എൻ്റെ കരുണയിൽ ആശ്രയിക്കുക. നിനക്ക് ആശ്വാസം ലഭിക്കുവാനും നിനക്ക് നിന്റെ സങ്കടങ്ങൾ മാറി അത് സന്തോഷമായി മാറുന്നതിന് നീ ചെയ്യേണ്ട കാര്യം എൻ്റെ കരുണയിൽ ആശ്രയിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവ് നമ്മളോട് പറയുന്ന കാര്യം, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ഈ ഒരു കപടത പല രീതിയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലൊക്കെ ഈ ഒരു കപടതയും അതുപോലെ തന്നെ സ്വാർത്ഥ മനോഭാവങ്ങളൊക്കെ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയുവാനും അതിനെ ഉന്മൂലനം ചെയ്യുവാനുമായിട്ടുള്ളൊരു പരിശ്രമം നമുക്ക് നടത്തും. ദിവികാരനാഥൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ജീവിതം, അപ്രകാരം കർത്താവിൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും അത് കൃത്യമായിട്ട് നമ്മൾ പാലിക്കാൻ തുടങ്ങുമ്പോഴാണ് ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ശക്തമായിട്ട് ഒഴുകുക. അല്ലെങ്കിൽ യെശയ്യാ പ്രവാചകങ്ങൾ ദൈവം അരുളി ചെയ്തതുപോലെ ഈ ജനം എന്നെ അധരം കൊണ്ട് മാത്രം ആരാധിക്കുന്ന ഒരു ജനമായിട്ട് മാറും. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ അപ്രകാരമായിട്ട് മാറുകയാണ്. വീണ്ടും ആമോസ് പ്രവാചകനിലൂടെയും കർത്താവ് പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതായത് ഇത്രമാത്രം അധരങ്ങൾ കൊണ്ട് മാത്രം, കപടത കൊണ്ട് മാത്രം ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ആ മനസ്സ് എന്താണെന്നുള്ളത് ആമോസ് പ്രവാചകനിലൂടെ പറയുന്നുണ്ട്. ആമോസ് പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 21 മുതലുള്ള തിരുവചനങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ ഉത്സവങ്ങളോട് എനിക്ക് വെറുപ്പാണ്, അവജ്ഞയാണ്. നിങ്ങളുടെ മഹാസമ്മേളനങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. നിങ്ങൾ ദഹനബലികളും ധാന്യബലികളും അർപ്പിച്ചാലും ഞാൻ സ്വീകരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, പ്രകാരം നമ്മൾ ഈ കപടതയുടെ മുഖംമൂടി അണിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പ്രത്യക്ഷപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, എന്നെ സ്നേഹിച്ച് സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എൻ്റെ ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണതെന്ന്. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ തന്നെ അംഗീകരിച്ച്, കർത്താവേ ഇതാണ് എൻ്റെ അവസ്ഥ, ഇതാണ് എൻ്റെ ബലഹീനതകൾ, ഇതാണ് എൻ്റെ പോരായ്മകൾ, ഇതാണ് എൻ്റെ കഴിവുകൾ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ ഒത്തിരിയേറെ കപടതകൾ കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിലായിക്കോട്ടെ, ഞങ്ങളുടെ കരുണയിൽ സമർപ്പിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി നല്ല തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിക്കാം. നമ്മളെ അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനും ദിവികാരുണ്യമായി ഈശോ നമ്മുടെ കൂടെയുണ്ട്. ദിവികാരുണ്യം നമ്മുടെ മുമ്പിൽ ഉയരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ നിന്റെ കരുണയിൽ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നു. ഞങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും, പാപത്തിൻ്റെ അവസ്ഥകളാണ്,
ഒത്തിരിയേറെ കുറവുകളുള്ളവരാണ്, ഭാരപ്പെടുത്തുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണ്. പക്ഷേ നിങ്ങൾക്ക് ആശ്രയിക്കുവാൻ കർത്താവേ, നീ ഞങ്ങളുടെ കൂടെയുണ്ട്. പൂർണ്ണമായ നിൻ്റെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഒരു വലിയ ബോധ്യത്തോടെ ലോകത്തെ മുഴുവനും ദൈവത്തിൻ്റെ വലിയ കരുണയുടെ കീഴിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത കർത്താവെ, നിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരുടെ നിയോഗങ്ങളെ പ്രത്യേകം സമർപ്പിക്കുന്നു. ദിവികാരനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട്, കർത്താവെ ഞാനങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.